അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATUവിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ. ഹായ് ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം, TB ജംഗ്ഷൻ, കട്ടപ്പന. ജൂലൈ 10 അംഗനവാടി ജീവനക്കാരുടെ അവകാശ ദിനത്തിന്റെ ഭാഗമായാണ് അംഗനവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CATU ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. മിനിമം വേതനം 26,000 രൂപയാക്കുക. അംഗൻവാടി ജീവനക്കാരെ സ്ഥിരം ജീവനക്കാരായി അംഗീകരിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്, CATU സിന്ദാബാദ്. ICDS പദ്ധതിയും അംഗനവാടികളെയും സംരക്ഷിക്കുക. അംഗനവാടി ജീവനക്കാർക്ക് നിയമാനുസൃതമായി മിനിമം വേതനവും സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും പെൻഷനും അനുവദിക്കുക. സ്വകാര്യവൽക്കരണ നീക്കം ഉപേക്ഷിക്കുക. ലേബർ കേസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. CATU ജില്ലാ സെക്രട്ടറി KS മോഹനൻ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഡൽഹിയിൽ തന്നെ ദിവസങ്ങളോളം രാപ്പകൽ സമരം നടന്നിട്ടുണ്ട്. ഇതിനു മുൻപ് നിരവധിയായ പ്രക്ഷോഭങ്ങൾ നടന്നു. പക്ഷേ കേന്ദ്രം ഭരിച്ച ഒരു സർക്കാരും അംഗൻവാടി ജീവനക്കാരെ അംഗീകരിക്കുന്നതിന് മനസ്സ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് നാളെ അനുഭവം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് എല്ലാ വർഷവും ജൂലൈ മാസം 10-ാം തീയതി അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ അടക്കം അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഈ രംഗത്തുള്ള സംഘടനകൾ CATUമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും ചേർന്ന് എല്ലാ വർഷവും ഈ അഖിലേന്ത്യാ അവകാശ ദിനം ആചരിക്കുന്നു. ഇവിടെ ആവശ്യങ്ങളെക്കുറിച്ചെല്ലാം വിശദീകരിച്ചു. അംഗൻവാടി ജീവനക്കാർ അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരണമായിട്ടുള്ള ഒരു പ്രതിഫലവും ലഭിക്കാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു ഭാഗം, പരിമിതമായി കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ഭാഗം, അവരുടെ മനുഷ്യത്വപരമായ സമീപനം കേന്ദ്ര സർക്കാർ കാണിക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഈ പാവങ്ങളോട് അല്പം പോലും മനുഷ്യത്വം കാണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് അനുഭവം. ഇന്ന് വേറൊരു പ്രത്യേകതയുണ്ട്. ഇന്നിപ്പോൾ CATU തന്നെ ഒരു അഖിലേന്ത്യാ അവകാശ ദിനം ആചരിക്കുന്ന ദിവസമാണ് ഈ ജൂലൈ 10. ജില്ലയിൽ ഇവിടെ ഒഴിച്ച് ബാക്കി എല്ലാ ഏരിയ കേന്ദ്രങ്ങളിലും സമരം നടക്കുന്നുണ്ട്. അവകാശ ദിനം ആചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുണ്ട്, അഖിലേന്ത്യാ തലത്തിലുണ്ട്. അതിനകത്ത് ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം അംഗൻവാടി ജീവനക്കാരുണ്ട്, ആശാവർക്കർമാരുണ്ട്, ഉച്ചഭക്ഷണ തൊഴിലാളികളുണ്ട്, പാലിയേറ്റീവ് നഴ്സുമാരുണ്ടെന്ന് പറഞ്ഞാൽ സ്കീം വർക്കേഴ്സിൽ പെട്ട ആളുകളെ ഒന്നും കേന്ദ്ര ഗവൺമെന്റ് അവർക്കെല്ലാം ജോലിഭാരം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതല്ലാതെ അവർക്ക് ചെയ്യുന്ന ജോലിക്ക് ഒരു മാന്യത കൽപ്പിച്ചു കൊടുക്കാനോ ജോലിക്ക് അനുസരണമായിട്ടുള്ള ഒരു പ്രതിഫലം നൽകാനൊന്നും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല, ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ നയം സ്വകാര്യവൽക്കരണമാണ്. ആ സ്വകാര്യവൽക്കരണ ഭാഗമായിട്ടാണ് ഇപ്പോൾ ചില കമ്പനികളെ ഈ ഭക്ഷണം പൊതി കൊടുക്കാനൊക്കെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ജോലിഭാരമുള്ള അംഗനവാടി ജീവനക്കാരെ കണ്ടില്ലെന്ന് നടിക്കുന്ന കേന്ദ്ര സർക്കാർ സമീപനം തിരുത്തണമെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അനിത റജി ആവശ്യപ്പെട്ടു. എല്ലാ ഡിപ്പാർട്ട്മെന്റിനേക്കാൾ ഏറ്റവും കൂടുതൽ ജോലിഭാരമുള്ളത് അംഗൻവാടി വിഭാഗത്തിലാണ് എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട, യാതൊരു തർക്കവും വേണ്ട. ഒരു കുട്ടി അല്പം തെന്നി വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പത്രത്തിലും മാധ്യമത്തിലൂടെയൊക്കെ, അംഗൻവാടി ടീച്ചർ കുട്ടിയെ നോക്കിയില്ല, കുട്ടി ഇറങ്ങിപ്പോയി, എന്തെല്ലാം പരാതികളും പരിഭവങ്ങളും ഞങ്ങൾ കേൾക്കുന്നുണ്ട്. 2 കുട്ടികളെ നമ്മുടെ വീട്ടിൽ സംരക്ഷിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് നാം മനസ്സിലാക്കണം. ആ സ്ഥാനത്താണ് ഞങ്ങൾ 15-ഉം 30-ഉം 35-ഉം കുട്ടികളെയുമായിട്ട് അംഗൻവാടികളിൽ ഇരിക്കുന്നത്. 35-40 വർഷം ജോലി ചെയ്ത അംഗൻവാടി പ്രവർത്തകർക്ക് സീനിയോറിറ്റി അനുസരിച്ചിട്ടുള്ള അവരെ ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്ന നിലയിലേക്ക് ഉയർത്തി അവർക്ക് മിനിമം വേതനം കൊടുക്കേണ്ട ഒരു ഡിമാൻഡാണ് ഞങ്ങൾക്ക് ഈ ജൂലൈ 10-നോടനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത്. ഇത് അംഗൻവാടി വർക്കേഴ്സ് ആയാലും ഹെൽപ്പേഴ്സ് ആയാലും ജോലിഭാരം ഒരുപോലെ തന്നെയാണ്. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഹെൽപ്പർമാർ നല്ല രീതിയിൽ സംരക്ഷിക്കുമ്പോൾ അംഗൻവാടി വർക്കർമാർ കുട്ടികളുടെ കാര്യം മാത്രമല്ല, ഒരു വാർഡിൽ ഒരു അംഗൻവാടി ഉണ്ടെങ്കിൽ ആ വാർഡിലെ സർവ്വകാര്യങ്ങളും ഒരു അംഗൻവാടി വർക്കർ അറിഞ്ഞിരിക്കണം. അവിടെ ഒരു ഗർഭിണി ഉണ്ടായാൽ, ഒരു പാലൂട്ടുന്ന അമ്മയുണ്ടായാൽ, ഒരു കൗമാരക്കുട്ടി ഉണ്ടായാൽ, അല്ലെങ്കിൽ വാർദ്ധക്യം വന്ന ഒരു അച്ഛനോ അമ്മയോ ഉണ്ടായാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ചോദിക്കുന്നത് ആ വാർഡിലെ അംഗൻവാടി പ്രവർത്തകയോടാണ്. അതിന് മറുപടി കൊടുക്കുന്നത് അംഗൻവാടി പ്രവർത്തകയാണ്. VR സജി, CR മുരളി, വനജകുമാരി, ടോമി ജോർജ്, KN വിനീഷ് കുമാർ, TGM രാജു തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സാധാരണ പർച്ചേസിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ തലവേദന തന്നെയായിരുന്നു.
പക്ഷെ ഇപ്പോ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് വന്നേ പിന്നെ നോ ടെൻഷൻ. പലചരക്ക് സാധനങ്ങളുടെ വിപുലമായ കളക്ഷൻസ്, കൂടാതെ ഗ്രോസറി, ക്രോക്കറി, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, സ്പോർട്സ് ഐറ്റംസ്, കോസ്മെറ്റിക് ഏരിയ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്കിന്റെ സംരംഭമായതുകൊണ്ട് തന്നെ ക്വാളിറ്റി, പ്രൈസ്, പിന്നെ സർവീസ് എല്ലാം സൂപ്പർ. ന്യൂ ബോൺ ബേബി പ്രോഡക്ട്സ്, ടോയ്സ്, ടെഡി ബെയർ ഏരിയ. ഏറ്റവും മികച്ച ബ്രാൻഡും ഏറ്റവും പുതിയ സ്റ്റോക്കുകളും ഹൈ ഫ്രഷിനല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല. കുർത്തികൾ, ചുരിദാറുകൾ, ഷർട്ടുകൾ, ഒപ്പം കുട്ടിയുടുപ്പുകളും. ഹൈ ഫ്രഷിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫിഷ്, മീറ്റ്, അങ്ങനെ എല്ലാം ഫ്രഷ് ആണ്. തനിമ നഷ്ടപ്പെടാത്ത പഴങ്ങളും പച്ചക്കറികളും, ഒപ്പം ശുദ്ധമായ മത്സ്യവും മാംസവും, വെറൈറ്റി ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറുകളും. ദാ ഇങ്ങനെ കോഫിയൊക്കെ കുടിച്ച് ഒരു ഷോപ്പിംഗ്, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ലൈവ് കേക്ക് ആൻഡ് ബ്രെഡ്, ഡ്രൈ ഫ്രൂട്ട്സ്, ബേക്കറി, ഒപ്പം കഫറ്റീരിയ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഷോപ്പിംഗ് ഒരു അനുഭവമാക്കൂ ഹൈ ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റിലൂടെ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം, TB ജംഗ്ഷൻ, കട്ടപ്പന.